സംസ്ഥാന ബഡ്ജറ്റിന്റെ 40% തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഏക സംസ്ഥാനം കേരളമാണെന്ന് വി ശശി MLA അഭിപ്രായപ്പെട്ടു. ചിറയിൻകീഴിൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ സംസ്ഥാന പദ്ധതി വിഹിതത്തിന്റെ ഏതാണ്ട് 30-35% തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു വികസന നയം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കി തുടങ്ങി 25 വർഷമായി. ഇത്രയും ഭീമമായ തുക സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ഏക സംസ്ഥാനം കേരളമാണ്. കേരളം വിട്ടുകഴിഞ്ഞാൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന ബഡ്ജറ്റ് വിഹിതത്തിൻ്റെ ഇത്രയും ഭീമമായ തുക താഴെ തലങ്ങളിലേക്ക് നൽകുന്നില്ല. മിക്കവാറും സംസ്ഥാനങ്ങളിൽ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നടത്തിപ്പോരുന്നത്. നാമമാത്രമായ ഗ്രാൻഡാണ് പഞ്ചായത്തുകൾക്ക് സംസ്ഥാന ഗവൺമെൻറ് നൽകി വരുന്നത്. പദ്ധതി തുകകൾ ചെലവഴിക്കുന്നതോടൊപ്പം ഭൗതിക നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്ലോക്ക് പഞ്ചായത്ത് വികസന രേഖയുടെ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശൈലജ ബീഗം ചടങ്ങിൽ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ PC അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി ലൈജു, എ ചന്ദ്രബാബു, ചിറയിൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S ഫിറോസ് ലാൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത സന്തോഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മണികണ്ഠൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ K മോഹനൻ, P കരുണാകരൻ നായർ, G ശ്രീകല, ജയ ശ്രീരാമൻ, P അജിത, RP നന്ദുരാജ്, സുഭാഷ് ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, VEOമാർ, നിർവഹണ ഉദ്യോഗസ്ഥർ, BDO സ്റ്റാർലി OS തുടങ്ങിയവർ പങ്കെടുത്തു. തലസ്ഥാന വാർത്തകൾ, ചിറയിൻകീഴ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. Arabian Fashion Jewelry, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.